ചേട്ടാ യെസ്. ഇപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ടത് പറയാമെന്നൊക്കെ മറന്നുപോയി. ഓക്കെ, ഇത് റഹ്മാനിക്ക പറഞ്ഞിട്ട് വെച്ചാണോ? വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങളുടെ കലോത്സവം പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ടയർഡാണെന്നറിയാം. എന്നാലും താങ്ക് യു ഫോർ ദ എനർജി ഫോർ ആലപ്പുഴ ജിംഖാന. ഞാൻ ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തേത് ഇതേപോലെ ഒരു ഫംഗ്ഷന് വേണ്ടി തന്നെയായിരുന്നു. രണ്ടാമത് ഞാൻ ഇവിടെ വരുന്നത് ഒരു പ്രളയത്തിലാണ്. പ്രളയത്തിൻ്റെ ടൈമിൽ ഒരുപാട് ആൾക്കാരെ അഭയം കൊടുത്തൊരു സ്ഥലമാണ് കുസാറ്റ്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ആ ടൈമിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ എത്തിക്കുകയും ആൾക്കാരൊക്കെ, അപ്പം ആ സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ചയിട്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നത്. അപ്പം ആ സമയത്തൊക്കെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്തൊരു യൂണിവേഴ്സിറ്റി കൂടെയാണ്. അപ്പം ആലപ്പുഴ ജിംഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്പോർട്സ് കോമഡി ജേണറിലുള്ള പടമാണ്. നമ്മൾ മിക്ക സ്പോർട്സ് മൂവിയും ഇവിടെ ലൈക്ക് നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്ന കുറച്ച് സീരിയസ് ആയിട്ടുള്ള പടങ്ങളാണ്. പക്ഷേ ഇത് ടോട്ടലി ഹ്യൂമറിലുള്ളൊരു സിനിമയാണ്. എന്നാൽ നല്ല ആക്ഷനും നല്ല ഫൈറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. ബോക്സിങ് നല്ല വൃത്തിയോടെ ടെക്നിക്കലി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയാണ്. ആൻഡ് യു നോ ദ ടീം, ഖാലിദ് റഹ്മാൻ, ജിംഷി ഖാലിദ്. അപ്പോൾ അവരുടെ ഒരു മാജിക് ഈ സിനിമയിലുണ്ട്. കൂട്ടത്തിൽ നമ്മളും എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ പടം ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത നമ്മുടെ മെയിൻ ആക്ടേഴ്സ് ഉണ്ട്, ബേബി ജി ആൻഡ് ലുക്മാൻ അവരൻ. അപ്പോൾ അവരുടെയൊക്കെ എല്ലാവരും ഒരു 5-6 മാസം കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി, ഒരു സിനിമയ്ക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യാതെ മാറ്റിവെച്ച് ട്രെയിൻ ചെയ്ത് ഒരു 3 മാസത്തെ ഷൂട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സിനിമയാണ് ആലപ്പുഴ ജിംഖാന. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. താങ്ക് യു സോ മച്ച്. ഒരു പാട്ട് പാടാമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗണപതി ചേട്ടൻ ഒരു പാട്ട് പാടാമെന്നാണ് ചോദിച്ചേക്കുന്നത്. പാലും പഴവും ഞാൻ പാടില്ല, ക്ഷമിക്കണം. അതിന് പാടില്ല. കാരണം എല്ലാ കോളേജിൽ പോയിട്ടിരിക്കുന്നതിൻ്റെ പണി. അപ്പോൾ അത് നിർത്തി. ഞാൻ കഴിയുമ്പോൾ പാടാം. ഞാൻ ആലോചിക്കട്ടെ, പെട്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിൽ ഒന്നും വരുന്നില്ല. ഓക്കെ ഓക്കെ, എന്ത് വർത്തനം. നിനക്കൊക്കെ എന്താണ് പെണ്ണുങ്ങളെ പുറകെ പ്രാന്താണോ എന്ന് പറഞ്ഞ് മലയാള സിനിമയിൽ കാല് വെച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നസ്ലൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഇവിടെ മത്സരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും. വിജയികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. സിനിമനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല എനിക്കും. നിങ്ങളെപ്പോലെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത പോലെയാണ് ഞങ്ങൾക്ക് ഈ സിനിമ. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവതരിപ്പിച്ചൊരു കലാപരിപാടിയാണ് ആലപ്പുഴ ജിംഖാന. അതിന് നിങ്ങൾ ഏപ്രിൽ മാസം തിയേറ്ററിൽ വരികയാണ് ആ സിനിമ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ പോയി കണ്ട് ഞങ്ങൾക്ക് 1-ാം സമ്മാനം തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരെയും കണ്ടതിലും ഇവിടെ വരാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഈ സിനിമയുടെ പാർട്ടാവാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. സിനിമ എല്ലാവരും അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ കാണാനുള്ള പടമുണ്ട് എന്തായാലും. ഇതൊരു വലിയൊരു ടീമിന്റെ ഒരു പടമാണ്, ഒരു സ്റ്റോറി അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലെ. അപ്പം ഈ സിനിമയുടെ സെറ്റിന്റെ ഇടയിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും? ഒന്നൊന്നല്ല 2-3 ഇടി മറക്കാൻ പറ്റാത്ത ഇടികളുണ്ട്. പിന്നെ മെയിൻലി ഈ ഒരു ജേർണി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പടം ചെയ്യുന്നത്. ഇത്രയും നാള് കൂടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 6-7 മാസം അതിൻ്റെ ട്രെയിനിങ്, അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുക, ആ സിനിമയുടെ കൂടെ ഏകദേശം 1 വർഷത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം അത് ഒത്തിരി മീൻ ചെയ്യുന്നുണ്ട് ഈ സിനിമ. ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഡയറക്ടർ റഹ്മാൻ ഖാനൊക്കെ കൂടുതൽ അടുത്തറിയാൻ പറ്റി. ജിംഷിക്ക, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി സ്പെസിഫിക് ആയിട്ടൊരു ഇൻസിഡന്റ്. സ്പെസിഫിക് ഈ ചോദ്യം എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആണോ? ഉണ്ടോ? അല്ല, ഫൈറ്റാണ് എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആക്ഷൻ മൂവിയിൽ പാർട്ടാവുന്നത്.
ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഇൻവോൾവ് ചെയ്ത് അത് ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് മറക്കാൻ പറ്റാത്തത് അതാണ്. എന്തായാലും താങ്ക് യു. നസ്ലിൻ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് ഇടിച്ചിട്ട് ഒരാളെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചൊരു സീനുണ്ട്. അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത്. ചോര വന്ന ആളെ എടുത്തോണ്ട് പോയി സ്ട്രെച്ചറിൽ എടുത്തോണ്ട് പോയി ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. ഇതേപോലെ കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഫൈറ്റിൽ അല്ലേ. ഓക്കെ, നമ്മുടെ കൂട്ടത്തില് നസ്ലിൻ പിക്കപ്പ് ലൈൻ അല്ല, വിയർപ്പ് തുള്ളിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവ്, ചെറിയ ഭൂമിയല്ല വീതിച്ചത് നമുക്ക്, ഉച്ചക്കിറുക്കില്ല ഉയരത്ത് പറക്ക്, ചെറു പൂത്താലും താമര കണക്ക്, ചോറ് പോലെ മണ്ണിൽ ജീവിക്കാം നമുക്ക്, കഥന്ന കഥയൊന്നും അറിയാത്ത കൂട്ടം, പുരകതരങ്ങളിലൊപ്പു നോട്ടം, വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിലൊതുങ്ങാത്ത പരലിൻ കൂട്ടം. താങ്ക് യു. ഹലോ. സോ ഇവരോട് ആരോടെങ്കിലും ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിവൺ ചോദിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. നസ്രിൻ എന്താ ചോദിക്കാനുള്ളത്? എനിവൺ ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇവരോട്? ആർക്കെങ്കിലും? നസ്ലിന് എങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കാൻ എങ്ങനെ സാധിക്കുന്നത്? താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനാണ് നിലവിൽ. കാണുമ്പോൾ കണ്ടിരിക്കാൻ തന്നെ നസ്ലിന്റെ എന്ത് രസം അറിയോ. താങ്ക് യു ബ്രദർ. താങ്ക് യു സോ മച്ച്. അത് യു ആർ സോ ടാലന്റഡ്. താങ്ക് യു. ഇതൊരു കോംപ്ലിമെന്റ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇത് ചോദ്യമല്ല, അത് എനിക്ക് ഭയങ്കര എന്താണ് താങ്ക് യു. ഒത്തിരി സന്തോഷം ഇഷ്ടപ്പെടുന്നതിലും. ഇനി അപ്പോൾ എല്ലാ പടങ്ങളും കാണുക. ഈ ഇഷ്ടം ഇതുപോലെ തന്നെ നിൽക്കട്ടെ. തീർച്ചയായിട്ടും. തണ്ണീർമത്തൻ ദിനങ്ങളിൽ നിന്ന് ജിങ്കാന എത്തി നിൽക്കുമ്പോൾ ക്യാരക്ടറിന് വലിയൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജേണി, അതായത് ആ ഒരു ക്യാരക്ടർ ജേണിയിൽ അനുഭവിച്ച ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? ഈ ക്യാരക്ടറിലേക്ക് വന്നപ്പോൾ, അതായത് തണ്ണീർമത്തനിൽ കണ്ട ഒരു നസ്ലിനെ അല്ല നമ്മളിപ്പോൾ ജിങ്കാനയിൽ കാണുന്നത്. നല്ല ചേഞ്ച് ഉണ്ട്. അതായത് ആ ഒരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ജേണിയിൽ നസ്ലിൻ അനുഭവിച്ച, അതായത് തണ്ണീർമത്തനിലെ ആ ഒരു ഇമ്മച്വർ എന്ന് പറയാൻ പറ്റൂലെങ്കിൽ ഒരു കിഡ് ക്യാരക്ടർ ആയിരുന്നല്ലോ, അവിടെ നിന്ന് ഈ മെച്വർ ജിങ്കാന ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ ആ ഒരു കരിയർ ഗ്രോത്തിൽ നസ്ലിൻ അനുഭവിച്ച ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? ഏറ്റവും വലിയ ചലഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഈ ജേണി ഞാൻ ഓരോ പടത്തിലും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ പേടി ഞാൻ വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഓരോ പടം കഴിയും തോറും ആ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ആ എക്സ്പീരിയൻസിൽ എങ്ങനെ അടുത്തത് ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസോടുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇതിലിപ്പോൾ ഈ ക്യാരക്ടർ ഇതുപോലത്തെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഇതുപോലുള്ള ഈ ജോജോ എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കിട്ടുന്നതെല്ലാം മറ്റേ നാണം കുഞ്ഞായിട്ടുള്ള ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഇതിൽ കുറച്ച് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര എന്താണ്, പെണ്ണുങ്ങളെ വളയ്ക്കാൻ അല്ലെങ്കിൽ മൂന്ന് നാല് നായികമാർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഓണായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? മറന്നുപോയി. അല്ല, ചലഞ്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ടത് അറിയില്ല. എനിക്ക് ആ മൊമെന്റിൽ അത് ഫേസ് ചെയ്യുക, അടുത്തത് എന്താണ് എന്നുള്ളത് സ്വയം പൊളിച്ച് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സത്യം പറഞ്ഞു. താങ്ക് യു. കൊച്ചിലെ തൊട്ട് സിനിമയിലുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു സെലിബ്രിറ്റി ടാഗ് സ്കൂൾ ലൈഫിലും കോളേജ് ലൈഫിലും ഉണ്ടായി കാണുമല്ലോ. ആ ഒരു ടാഗ് കൊണ്ടുണ്ടായ ഒരു ബെനിഫിറ്റും ഒരു ഡിസഡ്വാൻറ്റേജും ഫുൾ ബെനിഫിറ്റേ ഉള്ളൂ. അതെന്തൊക്കെയായിരുന്നു? അല്ല, അങ്ങനെ ചോദിക്കാൻ ഡെയിലി ബെനിഫിറ്റ്. ഞാൻ വിനോദയാത്ര എന്ന് പറഞ്ഞ ഫസ്റ്റ് പടത്തിൽ ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ് ഒരു പോസ്റ്റർ. ഫസ്റ്റ് പോസ്റ്റർ എനിക്ക് എൻ്റെ ഫോട്ടോ വരണം. അപ്പോൾ സത്യൻ സാർ, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ സ്കൂളിന് മുമ്പിൽ ഫസ്റ്റ് പോസ്റ്റർ ഞാൻ ദിലീപേട്ടനും കൂടെ നിൽക്കുന്നതാണ്, വിനോദയാത്രയുടെ ആദ്യത്തെ പോസ്റ്റർ. സോ ഫ്രം ദെയർ ഇറ്റ്സ് ബെനിഫിറ്റ്. അപ്പോൾ
ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്കത് നമുക്ക് അതൊക്കെ ഇതിന്റെ പാട്ടാണ്. നമ്മൾ ഇതിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയത്. അപ്പൊ ഇത് ആഗ്രഹിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പൊ അതിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കംസ് സോ പിക്കപ്പ് ലൈനിൽ തുടങ്ങി ബമ്പർ ചിരി വന്നു ആൻഡ് ഇപ്പോൾ സിനിമയിൽ എത്തി. ആ ഒരു ജേർണി എങ്ങനെ ഫീൽ ചെയ്യുന്നു? ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു ഇപ്പോൾ? ജേണി പറയുന്നതിന് മുമ്പ് ഈ ചോദ്യം ചോദിക്കുന്ന എൻ്റെ സിസ്റ്ററാണ്. ഞാൻ പറഞ്ഞു ചോദിപ്പിച്ച പോലെ തോന്നി. ഞാൻ പറഞ്ഞു ചോദിപ്പിച്ചൊന്നുമല്ല. അവനെ ഒന്ന് വാ തുറപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാ. ഓക്കെ, എല്ലാരും ഡാൻസ് കളിക്കാനാണ് ചോദിക്കുന്നത്. കാർത്തിക് ആൻസർ പറഞ്ഞില്ല. അല്ല അതിനിവിടെ കാര്യമൊന്നുമില്ല. ഇത് ബാക്കിയുള്ളവർ അറിയണ്ടേ? പറ. അല്ല ജേണി ഒരു 2 വർഷം മുമ്പെയാണ് ഞാൻ ഇപ്പം നിങ്ങൾ പിക്കപ്പ് ലൈൻ പറയാൻ പറഞ്ഞാലും അത് കുറച്ച് പക്വത ഇല്ലാത്ത കാലത്ത് ഞാൻ പറഞ്ഞു നടന്നതാണ്. അത് ഞാൻ വിട്ടു മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അത് ക്രഞ്ചാന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണ്ട. പുതിയൊരു ചാപ്റ്റർ പോലെ ഇത് തുടങ്ങാനാണ്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.